എന്തായാലും ഞാൻ വിചാരിച്ച കാര്യം നടന്നു. എൻ്റെ പണി ഇവിടെ കഴിഞ്ഞു. ഞാനൊന്ന് പോട്ടെ. കാത്തന്നെ. ആ, എനിക്കെങ്ങനെ അറിയാം? നിന്റെ ഭാര്യ എവിടെയാണെന്ന് എന്നോടാണ് ചോദിക്കുന്നത്. ഞാൻ എങ്ങനെ അറിയാനാ? അയ്യോ, കാണാത്തോട്ട് ചോദിച്ചതാ അമ്മ. എന്റെ പൊന്നോ, എന്തേത്? എന്താടാ? അച്ഛൻ കാത്തുനെ കണ്ടോ? ഇല്ലല്ലോ, അവളവിടെ മുറിയിലില്ല. ഇല്ല. എന്നാ പിന്നെ ഇവിടെ എവിടെയെങ്കിലൊക്കെ കാണും. നീ ചെന്ന് നോക്ക്. ഒരു ഫുഡൊന്നും ആയില്ലേ? നീ ടൈം ആവുന്ന്. പോരാത്തിന്റെ ചെറിയ മഴയും കൊണ്ട് ഇച്ചിരി വേഗം ആക്കാവോ? അയ്യോ, എത്ര മണിയായി? എടി ചെറുക്ക, ഇത് പിടിച്ചേ, പണി തീർന്നിട്ടില്ല. എന്നാലും അവളിത് എവിടെ പോയി? സമയം 6:30 ആകുന്നുള്ളല്ലോ. വെളുപ്പാങ്കലത്ത് അമ്പലത്തിൽ പോകും. എന്നാലും അവളില്ലാഞ്ഞിട്ടൊരു സുഖമില്ല. എന്താ ഏട്ടാ അണ്ടി പോയി അണ്ണനെ പണി നടക്കണേ? ആരിത്? മത്തിക്കുഞ്ഞ്? മത്തക്കുഞ്ഞ് തൻ്റെ എനിക്ക് അച്ഛനും അമ്മയായിട്ട് നല്ലൊരു പേരുണ്ട്, മൈഥിലി. എന്നെ അത് വിളിച്ചാൽ മതി. അത് വിളിച്ചൊരു സുഖം ഉണ്ടാവില്ല. അല്ലടേ, നീ അവളെ കണ്ടോ? ആരെയാ? യുവർ വൈഫി? കാത്തൂനെ നീ കണ്ടോ? ഓ, കാത്തൂന്നൊക്കെ എന്തൊരു സ്നേഹം. ആദ്യമൊക്കെ എന്തായിരുന്നു? ആ പാവത്തിൻ്റെ മുഖത്ത് ഒരു നോക്കാതെ നടന്നിരുന്ന ആളാ. അത് അന്നങ്ങനെയായിരുന്നു. ഇന്നിങ്ങനെ. നീ കളിക്കാത്ത കാര്യം പറ. നീ ആൾ കണ്ടോ? അതിന് ചേച്ചി ഇന്ന് റൂമിൽ നിന്ന് പുറത്തോട്ട് വന്നിട്ടില്ലല്ലോ. ബാത്റൂമിൽ എല്ലാം ഉണ്ടോ നോക്ക്. ഞാൻ ബാത്റൂമിൽ പോയിട്ടാ ഇങ്ങോട്ട് വന്നേ. അവിടെ ഒന്നും ഇല്ല. ഇല്ലേ? അതില് ചോദിക്കണേ. സാധാരണ ചേച്ചി 5 മണിക്ക് എണീറ്റ് വരും. ഇന്ന് വന്നില്ല. ഞാൻ വിചാരിച്ചു ക്ഷീണിച്ച് ഉറക്കമായിരിക്കുമെന്ന്. ഇന്നലെ നിങ്ങൾ കുറെ കറങ്ങിയില്ലേ? അല്ല, അത് നിനക്കെങ്ങനെ അറിയാം അവൾ 5 മണിക്ക് എണീറ്റ് വരുന്നു? അത് ഞാൻ ആ ടൈമിൽ പഠിക്കാനിരിക്കുമ്പോൾ കാണും. അതെങ്ങനെയാ? ഇതൊക്കെ അറിയണമെങ്കിലേ നേരത്തെ കാലത്ത് എണീക്കണം. സ്വന്തം ഭാര്യ എപ്പോഴും എണീക്കണമെന്ന് പോലെ അറിയാൻ പാടില്ലാത്തൊരു കിട്ടിയ ഇവിടാ ശരി. ഈ അമ്മ അല്ലടി, ഇന്ന് വ്യാഴാഴ്ചല്ലേ? നിനക്ക് നേരത്തെ ട്യൂഷൻ ക്ലാസ് ഇല്ലേ? പോടി. ഓഹോ, കിട്ടിയ കാപ്പിൽ ഗോൾ അടിക്കാൻ നോക്കുന്ന പൊടി. അല്ല, കാത്ത ചേച്ചിനെ കണ്ടുപിടിക്കണ്ടേ? അത് ഞാൻ കണ്ടുപിടിച്ചോളാം കേട്ടാ. എൻ്റെ പേരില്ലേ, ഞാൻ കണ്ടുപിടിച്ചോളാം. അല്ല, ഞാൻ നിൽക്കാം. അയ്യോ, ട്യൂഷൻ ക്ലാസ്സിൽ പോകാണ്ടിരിക്കാനായിട്ടുള്ള ഓരോരോ അടവുകൾ. മര്യാദക്ക് പോക്കണോ? അവള് ക്ലാസ്സിൽ പോണില്ല. നാലിവളെ അവിടെ പോയി. അവളുടെ സാധനങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. അപ്പം അടുത്ത് എവിടെയെങ്കിലും പോയതാണോ? എന്നാലും 5 മണിക്ക് എഴുന്നേറ്റ് വരുന്ന കാത്തു ഇത് ഇന്ന് റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടില്ലെന്നല്ലേ മൈഥിലി പറഞ്ഞേ. അപ്പോൾ പിന്നെ അതിന് മുന്നേ പോയാ? അത്ര നേരത്തെ ഇങ്ങോട്ട് പോയേ? ഇന്നലെ ഒന്നും പറഞ്ഞില്ലല്ലോ. ഇതെവിടുന്ന? ഇതാ അവളുടെ ഫോണിലെ അലാറം അല്ലേ? ഇപ്പം ഫോണും കൊണ്ടുപോയില്ലേ? കണ്ണെത്താത്ത ഒരു ആരുമാഞ്ഞ. അല്ലെങ്കിൽ ഈ പെണ്ണിന് നല്ല പാട്ടൊന്നും പിടിക്കില്ല. ഇന്നലെ വണ്ടിയിൽ വരുന്നപ്പോൾ ഏതോ ഒരു ശോകഗാനം കേട്ടിങ്ങനെ ജനൽ വഴി കാഴ്ച കൊണ്ട് ഇരിപ്പുണ്ടായിരുന്നു. എന്തെല്ലാം ആവട്ടെ, ഞാൻ പതിയെ മാറ്റിയെടുത്തോളാം. ഈ ഫോണിൽ എവിടെയാ? ഫോൺ എന്ത് ചെയ്ത്? ബാക്കി എല്ലാം ഉണ്ട്, ഫോണിൽ മാത്രമില്ല. ഇത് എവിടെയത്? ഡ്രോയറിലാണ്. ഇത് സ്വിച്ച് ഓഫ് ആണല്ലോ. ചാർജുണ്ടോ?
എടുക്കാൻ പറഞ്ഞതുകൊണ്ടാണോ ഫോൺ ഇതിൻ്റെ ഉള്ളിൽ വന്നത്? വേറെ എന്തിലുള്ള ഇത് ഇതെങ്ങനെ ഇവിടെ വന്നേ? മാസങ്ങളായിട്ട് ഞാൻ എടുക്കുക പോലും ചെയ്യാത്ത ഈ ഡയറി ഇവിടെ എങ്ങനെ വന്നത്? അതും കാത്തു ആരെ കൊണ്ടും തൊടിയിക്കാത്ത അവള് മാത്രം ഉപയോഗിക്കുന്ന ഈ ഡയറില് ആരൊക്കെ ഇത് കൊടുത്തത്? ഇതാരെ ഇപ്പൊ എടുത്തത്? അങ്ങോട്ട് മാറി ചേർക്കാം. ഇവിടെ ആൾക്കാർക്ക് വഴി നടക്കാനുണ്ട്. ഓരോരുത്തർ ഓരോ വഴിക്ക് പോകുമ്പോഴാണ് അവൻ്റെ ഒരു ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? ഇത് ആരെ ഇപ്പൊ എടുത്തതെന്ന്? അതെന്ത് ബുക്കാ? നീ ചോദിച്ചതിന് ഉത്തരം പറ മൈഥിലി. ആരാ ഇത് എടുത്തത്? ഞാനുമില്ല. പാർവതി ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇതെന്താ ഭാരതത്തിന്റെ പൊട്ടി വീണോ? എടാ, നീ തന്നെ വല്ലപ്പോഴും എടുത്ത് വായിച്ചിട്ട് അവൾ അവിടെ ഇവിടെ എങ്ങനെ വെച്ചിട്ട് പോയതായിരിക്കും. കാത്തുന്റെ ഡ്രോയറിലോ? കാത്തുന്റെ ഡ്രോയറിൽ ഇതെടുത്തത് കാത്തുവാണോ? ഇതൊക്കെ എടുത്ത് വായിച്ചിട്ട് അവൾ ഇത് എങ്ങോട്ടാണ് തിരിഞ്ഞ് പോയത്? എല്ലാം കൂടി ആലോചിച്ചിട്ട് ഭ്രാന്ത് കളിക്കുന്നു. ഇവൾ എന്തൊക്കെയാ അവളെടുത്ത് നോക്കിയത്? ആരോട് ചോദിച്ചിട്ട് അവൾ ആ റൂമിൽ കയറിയത്? ഒരു സമാധാനം ഇല്ല. ഇങ്ങനെ ഇറങ്ങിപ്പോയത് എന്തിനാ? എന്തുകൊണ്ട് ഇത് നേരിട്ട് ചോദിച്ചൂടെ? ഒന്നിലേക്കും കാര്യമില്ലേ? വിളിച്ചാൽ കിട്ടാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം സ്വിച്ച് ഓഫ് ചെയ്തതിൻ്റെ ഉള്ളിൽ വെച്ചതാണല്ലേ ഫോൺ. വേണ്ട, വിളിക്കുന്നില്ല പോരെ. ഇത് മഷിയൊക്കെ പടർന്നല്ലോ. നീ കരഞ്ഞോ കാത്തു ഇത് വായിച്ച്? എപ്പോഴും ഞാനത് വായിക്കുമ്പോൾ എനിക്ക് സങ്കടം മാത്രമേ വന്നിട്ടുള്ളൂ. പക്ഷെ ഇന്നെന്തോ എനിക്കിതിലെ വാക്കുകളെക്കാളും നിന്റെ ഈ കണ്ണുനീരാണെന്ന് കുറേ നാളായിട്ട് ഞാനിതിനെ പറ്റി ഓർത്തിട്ടും കൂടിയില്ല. ഇപ്പോൾ ഇതിലെ ഈ വരികൾ വായിക്കുമ്പോൾ അന്നത്തെ ആ വേദന, അങ്ങനെ ഞാൻ വേദനിച്ചിരുന്നു എന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു കാലഘട്ടം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്ന് ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ അത്ഭുതമാണ്. ഇന്ന് എത്രയേറെ ഞാൻ മാറി. അല്ല, അവൾ എന്നെ മാറ്റി. ഇതെന്താ ഈ പേജിൽ എന്താ ഇത്? എല്ലാം കഴിഞ്ഞ് ആരോടും പറയാതെ എങ്ങോട്ടെങ്കിലും പോയി കളയാന്നാ ഞാൻ വിചാരിച്ചേ. എങ്കിലും നിന്നോട് പറയാതെ ഞാൻ എങ്ങോട്ടാ പോവാ? നിന്റെ സന്ദീപിനെ പഴയ പോലെ തിരികെ കിട്ടി എന്നാ അച്ഛൻ പറഞ്ഞത്. എനിക്കും തോന്നി പഴയ ചിരിയും കളിയും എല്ലാത്തിനും പുറമെ സന്ദീപേട്ടൻ വീണ്ടും ആ ഈണം ഗിറ്റാറിൽ വായിച്ചു. അത് പഴയ സന്ദീപിനെ കൊണ്ട് മാത്രം കഴിയുന്ന കാര്യമാണെന്ന് അമ്മ പറഞ്ഞു. പാവം, വല്ലാതെ കരയുന്നുണ്ടായിരുന്നു. വീണ്ടും ഒരു വട്ടമെങ്കിലും അദ്ദേഹത്തിൻ്റെ വിരലുകളിൽ നിന്ന് തന്നെ അത് കേൾക്കണം എന്നതെൻ്റെ ആശയായിരുന്നു. കോളേജ് കാലം മുതൽ ഞാൻ ഉള്ളിൽ കൊണ്ടുവരുന്ന ആശ. പക്ഷേ അന്നെനിക്ക് അതിനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല.
നീയായിരുന്നു അഭാഗ്യവൻ. പക്ഷേ ഇന്ന് ഞാനും അത് കേട്ടു. നിനക്കെന്ന വാക്കും ഞാൻ പാലിച്ചു. എനിക്കിവിടെ ഒന്നുമില്ല. അതുകൊണ്ട് നിന്റെ ഈ കൂട്ടുകാരി ഇവിടെ നിന്നും പോകുക. ചെല്ലട്ടെ എന്ന് ദിവ്യയുടെ സ്വന്തം കാത്തു. പോവാനോ? എങ്ങോട്ട് പോകാൻ? ഇവിടെ ഒന്നുമില്ല നിനക്ക് ഇനി. ഈ എന്നെപ്പോലെ നിന്റെ സന്ദീപ് ഒരിക്കൽ പോലും എന്നെ നിന്റേതായി എനിക്ക് തോന്നില്ല കാത്തു. എടാ അച്ഛാ, ഇവിടെ പോകുമെന്ന് എഴുതി വെച്ചേക്കുന്നു. നോക്കി, അവളവിടെ പോയി. എന്നോട് പോട്ടെ, നിങ്ങളോടെങ്കിലും പറഞ്ഞിട്ട് പോക്കൂടായിരുന്നു ഒക്കെ. എടാ ഞാനേ അവരുടെ വീട്ടിലൊന്ന് പോയിട്ട് വരാം. എന്തോ ഉദ്ദേശിച്ചിട്ടാ? ഇല്ല അച്ഛാ, ഇങ്ങനെ വെട്ടാൻ പറ്റില്ലല്ലോ. ഇന്ന് രണ്ടിലൊന്നും അറിഞ്ഞിട്ട് എന്റെ കാര്യം. ഞാൻ വരാം. എന്തൊരു മഴയായത്! ഈ മഴയത്ത് ഞാൻ അവളെ എങ്ങനെ കണ്ടുപിടിക്കാനാ? വീട്ടിലുണ്ടാവണമല്ലോ. കാത്തു, എവിടെ പോയേ? തിരിച്ചു പാടി. എന്നോടുള്ള പണക്കത്തിന് നീ എന്തിനാ വീട് വിട്ടൊക്കെ പോണേ? ഞാൻ ഇവിടെ പോയി അതിൻ്റെ അന്വേഷിക്കണ്ട. ആരിത്? സന്ദീപ് മോനോ? കാത്തു വന്നില്ലേടാ? ഇല്ല കാത്തു. അവൾ ഇങ്ങോട്ട് വന്നില്ലേ? ഇല്ല. എന്ത് പറ്റിയടാ? ഒന്നുമില്ലമ്മ. അവള് വരുമെന്ന് പറഞ്ഞായിരുന്നേ ക്ലാസ്സിൽ പോകുന്നതിന് മുന്നേ. അതാ ചിലപ്പോ നേരത്തെ സ്കൂളിലേക്ക് പോയി കാണും. അതാണോ? ഞാൻ കൂട്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞാനിങ്ങ് പേടിച്ചു. പോടാ. സോറി. എന്നാ നീങ്ങ, ഞാൻ ചായ എടുക്കാം. അയ്യോ വേണ്ട, ഞാൻ ഇറങ്ങുവാ. അവളുടെ പിക്ക് ചെയ്തുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചത് വന്നതാ. പോരാത്തിന് എനിക്കിപ്പോ അത്യാവശ്യമായിട്ടൊരു ഫ്രണ്ടിനെ കാണാൻ പോകാനുണ്ടേ, അതുവഴി കയറിയതാ. ഞാൻ പിന്നെ ഒരു ദിവസം വരാമേ. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. ഹലോ എടാ കമ്പനിയിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ എന്തോ മീറ്റിംഗ് കിട്ടുന്നത്. നീ വേഗം അങ്ങോട്ട് ചെന്നേ. പക്ഷേ കാത്തു, അവള് വല്ല സ്കൂളിലും പോയതായിരിക്കും. നീ എന്തിനാ കിടന്ന് പേടിക്കുന്നേ? ചെല്ല്. ഹലോ, ഇതാരാ ഇപ്പൊ വിളിക്കുന്നേ? ഹലോ. എടാ ഞാൻ വൈശാഖ. നീയോ? എന്താടാ? നീ ദിവ്യയുടെ കളർ വരെ ഒന്ന് വരണം. അത്യാവശ്യം. എന്താ കിട്ടിയത്? നീ ഒന്ന് വാ. എടാ ഒന്ന് വാടാ. ഇന്നെന്താ എല്ലാവർക്കും ഓരോരുത്തർ ഫോൺ വിളിച്ചിട്ട് ഇപ്പം തന്നെ കട്ട് ചെയ്ത് കളയുന്നു. എനിക്ക് പറയാനുള്ളതൊന്നും ആർക്കും കേൾക്കണ്ടേ? ഞാൻ എല്ലാവരും കൂടി എവിടെ പോയി തപ്പാനാ? ഇവിടുന്ന് എങ്ങോട്ടാ പോയത്? ദിവ്യയുടെ അവിടെ എന്താ സംഭവിച്ചത്? ഞാൻ എങ്ങോട്ടൊക്കെ ഓടണ്ടേ? ഒന്നും മനസ്സിലാവുന്നില്ല. ഒരു മഴ, എന്തൊരു മഴയത്! ചിലപ്പോൾ അവൾ സ്കൂളിലേക്ക് തന്നെ പോയതായിരിക്കും അല്ലേ? പക്ഷെ ഇത്രയും രാവിലെ എവിടെ സന്ദീപേ?
ഇപ്പോൾ ദിവ്യയുടെ അങ്ങോട്ട് പോകാം. മഴ തോർന്നു. ഇവിടെ ഇവിടെ എന്താ ഇത്ര ആൾക്കൂട്ടം? വിശാഖേ, ആ എടാ എടാ സന്ദീപ് പോന്നടാ. എന്താ കാര്യം? എന്താ വരാൻ പറഞ്ഞു? എന്താ ഇവിടെ ഇത്ര ആൾക്കൂട്ടം? വഴിമാറ് മാറി. എന്താണ് കാര്യം? പറഞ്ഞേ മാറങ്ങോട്ട്. എങ്ങോട്ട് എന്നെ കൊണ്ടുപോണേ? സന്ദീപ് എന്ന് ചെല്ലു. എങ്ങോട്ട് ചെല്ലടാ? കാത്തു കാത്തു നീ ഇവിടെ ഉണ്ടായിരുന്നോ? എന്നിട്ടെന്താ എന്നോട് പറയാഞ്ഞേ? എന്നിട്ട് മിണ്ടാതെ പോയല്ലേ? എൻ്റെ കാത്തുവിനെ എനിക്ക് തിരിച്ചു തരുന്നത് നീക്കായിരിക്കും ഞാൻ പ്രതീക്ഷിച്ചില്ല. അതും ഇത്രയും നാൾ തിരികെ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ച നീ. താങ്ക് യു സോ മച്ച്. ഞാനിവളെ കൊണ്ടുപോവുക. ഞാനിതെവിടെയാ? ഇയാളെന്തെവിടെ? എന്തിനാ നോക്കുന്നേ? ചാവാഞ്ഞിട്ടാ? നീ എന്താ ചെയ്യാൻ നോക്കിയെന്ന് വല്ല ബോധമുണ്ടോ? എന്താ കാത്തു നീ ചെയ്തത്? ഞാൻ എന്തേതായാലും നിങ്ങൾക്കെന്താ? ഓ, നീ അങ്ങനെയാണ് എന്നെ പറ്റി വിചാരിച്ചു വെച്ചേക്കുന്നതല്ലേ? അതിന് മറിച്ച് ചിന്തിക്കാൻ നിങ്ങളെങ്ങനെ കണ്ടിട്ടില്ലല്ലോ അല്ലേ? കാത്തു ഒന്നും വേണ്ട, ഞാൻ എല്ലാം അവസാനിപ്പിച്ചതല്ലേ. വീണ്ടും എന്തിനാ എൻ്റെ അടുത്തോട്ട് വന്നിങ്ങനെ? സോറി, ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നുണ്ടായിരുന്നല്ലോ. എനിക്കറിയാം ദിവ്യയുടെ സ്ഥാനത്ത് നിങ്ങൾക്ക് ആരെയും കാണാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതൊക്കെ ചെയ്യുന്നത്. എനിക്ക് ഒരിക്കലും നിങ്ങളുടേതാവാൻ പറ്റില്ല. എത്ര ആഗ്രഹിച്ചാലും അതെനിക്ക് മനസ്സിലായതാ. ഞാൻ ഒരു ശല്യമായിട്ട് നിങ്ങളുടെ അടുത്ത് വരില്ലേ, ഇനി ഇങ്ങോട്ടെങ്കിലും പൊക്കോളൂ. കാത്തു നീ എന്തൊക്കെയായിരുന്നു പറയണേ? എങ്ങോട്ട് പോകാനാ? എവിടെയും പോവല്ലേ പ്ലീസ്. എനിക്ക് വേണം നിന്നെ. നീ ഇല്ലാതെ എനിക്ക് പറ്റൂല. സോറി. ഇല്ല, ഇത് വെറുതെ പറയാ. ഇല്ല, ഞാൻ എന്തെങ്കിലും ചെയ്യുമെന്ന് പേടിച്ചിട്ടല്ലേ? ഇഷ്ടമുണ്ടായിട്ടല്ലോ. ഞാൻ ഒരിക്കലും അവളുടെ ഒപ്പം എത്തൂല. എന്തൊക്കെ പറയുന്നത്? എന്ന് ഞാൻ തോറ്റോണ്ടിരിക്കുക. ഇല്ല, അങ്ങനൊന്നുമില്ല. കഥയല്ലേ? ഞാൻ വേണ്ട. പ്ലീസ് കാത്തു,
സോറി. വേണ്ട, സോറി ഒന്നും പറയല്ലേ. സന്ദീപേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ ഇല്ല, ഇതിനൊക്കെ സമ്മതിച്ചത് കൊണ്ടാണ്. അങ്ങനെയൊന്നും പറയില്ല കത്തു. എൻ്റെ തെറ്റാ. ഇല്ല, ഐ എം സോറി. നീ വിചാരിക്കുന്ന പോലൊന്നുമല്ല. ആരാ എൻ്റെ കൊച്ചിനോട് നീ പറഞ്ഞേ? അങ്ങനെയൊന്നുമില്ല. ഞാൻ സത്യം പറഞ്ഞ ഞാനാണ് ലോകത്തെ ഏറ്റവും വലിയ മഹാഭാവി. നിന്നെ ഞാൻ ഇത്രക്കും വേദനിപ്പിക്കുന്നിട്ടെന്ന് ഞാൻ ഒരിക്കൽ പോലും ചിന്തിച്ചില്ല. ഞാൻ I'm really sorry കത്തു. ക്ഷമിക്കണം, പറ്റുമെങ്കിൽ ക്ഷമിക്കണേ. കരയാതെ നീ. ഞാൻ ഇനി എവിടെ പോയില്ല. നിന്റെ വിട്ട് ഞാൻ എങ്ങനെ പോവും? സന്ദീപേട്ട, ഞാൻ ശരിക്കും വേണോ? ഞാൻ വിശ്വസിച്ചോട്ടെ. സത്യമാണ്. ഞാൻ ഇത്രയും കാലം നീ എൻ്റെ കൂടെ ഉണ്ടായിട്ട് ഞാൻ നിന്നൊന്നും നോക്കിയിട്ട് പോലുമല്ലോ. പക്ഷെ ഞാനൊന്ന് മനസ്സിൽ തൊട്ട് പറയാം, എൻ്റെ കൺമുന്നിൽ ഇനി നീ അല്ലാതെ മറ്റാരും ഉണ്ടാവില്ല. കാരണം നീ എനിക്ക് അത്രയും വിലപ്പെട്ടതാ. അതിനെനിക്ക് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾ വേണ്ടി വന്നു. അതിന് മാപ്പ്. ഇത്ര നാൾ എടുത്തതിന്, നിന്നെ നോക്കാൻ ചെയ്തതിൽ, നിന്നെ സ്നേഹിക്കാൻ ചെയ്തതിൽ, എല്ലാത്തിനും ഐ എം സോറി.